ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ കുറേ നാൾ ശേഷമല്ലേ നമ്മളെല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ മാറി. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇത് ഹാള്, പിന്നെ ഇവിടെ 2 ബെഡ്റൂംസ് ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. വീട് ആകെ അലങ്കോലമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ബെഡ്റൂമാണ്. പിന്നെ രണ്ടാമത്തേത് ബെഡ്റൂമാണ്. അതിൽ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഡ്രസ്സിങ് ടേബിളൊക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്. അവിടെ അങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഡൈനിങ് ടേബിൾ, ഒരു ചെറിയ ഹാള് മാതിരി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അടുക്കളയാണ്, ഒരു കുഞ്ഞടുക്കളയാണ്. പിന്നെ പുറത്തൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അതും അടുക്കള ഭയങ്കര മെസ്സിയായിട്ടാണ് കിടക്കുന്നത് തന്നെ. പിന്നെ അതൊക്കെ എന്താ പറയുക, പുറത്തെ ഭാഗം ഞാൻ കാണിക്കാൻ പോവാണ്. ഇത് അപ്പുറത്തൊരു വീടാണ്. പിന്നെ ചെറിയ സ്പേസേ ഉള്ളൂ അവിടെ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ സ്പേസ് തന്നെ. അത് ഓക്കെ ആയിട്ട് ഫുൾ വില്ല ടൈപ്പാണ് വീട് മൊത്തം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ പോലെയാണ് ഇവിടെ. നല്ല ചൂടാട്ടോ. അപ്പോൾ കുളിക്കാനുള്ള ഏർപ്പാടാണ്. അപ്പോൾ കുറേ തുണിയുണ്ട്. എന്താ പറയുക, കഴുകാനുള്ള തുണി കുറച്ച് വാഷിംഗ് മെഷീനകത്ത് ഇടാനും കുറച്ച് കൈ കൊണ്ടൊക്കെ കഴുകാനുള്ള തുണിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മൊത്തം എൻ്റെ തന്നെയാണ്, വേറെ ആരുടെ അല്ല. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ ഡെയിലി യൂസ് ചെയ്ത ഡ്രസ്സൊക്കെയാണ്. അത് വേഗം വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടു. പാത്രം ഉണ്ടായിരുന്നു, പാത്രം വേഗം ഞാൻ കഴുകി അത് തീർത്തു. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി ഞാനുള്ള ഫുൾ ക്ലീനാക്കി. എന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം അമ്മൂമ്മയുടെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്, ഞാനും അമ്മയും കൂടി. അപ്പോൾ അതിൻ്റെ ഉള്ള ചെടപടീന്നുള്ള പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ തെങ്കാശിപ്പട്ടണം മൂവിയും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ സൈഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ക്ലീനാക്കി സെറ്റാക്കി അടുക്കള. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാനുള്ളത്. അതെല്ലാം ഏകദേശം എൻ്റെ തന്നെയാണ്. വേഗം കഴുകി ഞാൻ വിരിച്ചു. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മീഷോന്ന് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ. നല്ല തുണിയാണ്, ഇതും കൂടി നല്ല തുണിയാണ്, നല്ല കോട്ടൻ്റെ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പച്ച ഇടാന്ന്. അപ്പോൾ കുളിക്കണമല്ലോ ഫസ്റ്റ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തലയിലെ ചെടിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡ് വേ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഡാൻസൊക്കെ കാണും എൻ്റെ. അപ്പോൾ ഇങ്ങനെ വേഗം കുളിച്ചിട്ടൊക്കെ വരാമെന്ന് ഇങ്ങനെ പ്ലാൻ ഞാൻ ചെയ്തു. അപ്പോൾ വേഗം കുളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ വീഡിയോ എടുത്ത് അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ വെച്ച് കുറച്ച് മുഖത്ത് എന്തെങ്കിലും പരിപാടി കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് വേഗം ഈ സാധനം വേഗം തേച്ചൊന്ന് ഇരുന്ന് കുറച്ച് ഫാനൊക്കെ കൊണ്ടിരുന്നു. പിന്നെ വാട്ടർമെലൺ അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ തിന്നുമായിരുന്നു അവിടെ. കാരണം വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വെച്ചാൽ നല്ലോണം ഒരു ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് ഫേസ് ഒന്ന് കഴുകി ഞാൻ. ഇനി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ വലിയ സ്കിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി കഴുകി ക്ലീൻ ചെയ്തു. അങ്ങനെ ഞാൻ പോയി കുളിക്കുകയും കൂടി ചെയ്തു, റെഡിയായത്. ഇതാണ് ഞാൻ ഡ്രസ്സ് ഞാൻ പറഞ്ഞ മീഷോന്ന്. അപ്പം ഞാൻ മുകളിലേക്ക് പോയി കുളിച്ചെല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ പോയി മുകളിൽ. അവിടുത്തെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. നല്ല എന്താ പറയുക, നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല കാറ്റും മഴക്കാർ ചെറിയ പൊടിയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ മേളിൽ പോയി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഫുൾ ഇരുട്ടിയിട്ടോ. ഞാൻ വെച്ച് ദൈവമേ പോകാൻ പറ്റുമോ, ഗീതായുടെ വീട്ടിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ താഴേക്ക് വന്നു. മഴ നല്ല രീതിക്ക് പൊടിയാൻ തുടങ്ങി. അപ്പോൾ താഴേക്ക് വന്നപ്പോൾ എന്താ പറയുക, നല്ല മഴ പെയ്തു. അപ്പം ഞാൻ അവിടെ താഴെ നിന്ന് ടൂടെക്സൊക്കെ ഇട്ടൊരു ഷോയൊക്കെ കാണിച്ചിരിക്കുക. നെയിൽ പെയിൻ്റൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഇന്നത്തെ വീഡിയോ പിന്നെന്താ, വേറെ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.